ഇന്ന് ഒരു ഓംലെറ്റാണ് റെഡിയാക്കുന്നത്. 2 മുട്ട വെച്ചുള്ള ഓംലെറ്റാണ് റെഡിയാക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന രീതിയിലുള്ള ഓംലെറ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിക്കാം. ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്തിട്ടുണ്ട്. നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് ഉപ്പ് കുറവാണതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. ഞാൻ ഈ ഫ്രൈങ് പാനിലാണ് ഓംലെറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചൂടായി കിടക്കുന്ന പാനിലേക്ക് നമുക്ക് ഈ അടിച്ചു വെച്ച മുട്ടക്കൂട്ട് ഇട്ട് കൊടുക്കാമേ. ഈ സമയം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വെക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവേ. അപ്പം നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് അടച്ച് വെക്കാം. ഇത് ഒന്ന് കുക്കായി വരട്ടെ. 1 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാമേ. നമ്മൾ ഒരു ലിഡ് വെച്ച് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓംലെറ്റ് നല്ല ഫ്ലഫി ആയിട്ട് വേവേ. അതുകൊണ്ടാണ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാമേ. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് കിട്ടുമേ. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക്